യൂറോപ്യൻ യാത്രയുടെ 3-ാം ദിവസം ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്കുള്ള ബസ് യാത്രയിലാണ് ഞങ്ങൾ. ശരിക്കും ഈ ബസ് യാത്ര ഇങ്ങനെ ബസ്സിൽ ഓപ്റ്റ് ചെയ്യാനുള്ള കാര്യം റോഡ് ട്രിപ്പുകളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ റോഡ് ട്രിപ്പ് തന്നെയാണ്. റോഡിൽ കൂടി പോകുമ്പോഴാണ് നമ്മൾ ഗ്രാമങ്ങളെയൊക്കെ അടുത്തറിയാൻ കഴിയുന്നത്. നമ്മുടെ ഓരോ ഭൂവിഭാഗങ്ങളും അതിൻ്റെ മാറ്റം ഇതെല്ലാം നമുക്കറിയാൻ കഴിയുന്നത് ഈ റോഡുകളിൽ കൂടി പോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു ബസ് ട്രിപ്പ് ഓപ്റ്റ് ചെയ്തെടുത്തത് തന്നെ. അങ്ങനെ ഈ യാത്രയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരീസിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ തന്നെ 2 സൈഡിലും മനോഹരമായ ഒരു സബർബൻ ഏരിയ, ആ ഒരു സിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ 2 സൈഡിലും മനോഹരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ തെളിഞ്ഞു തുടങ്ങി. അത് മെക്കനൈസ്ഡ് ഫാമിംഗ് ആണ്. 2 സൈഡിലും നന്നായിട്ട് വെട്ടി നിർത്തി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വളർത്തുന്ന കൃഷികൾ. അത് രസകരമായൊരു കാഴ്ചയാണത്. അതിങ്ങനെ മൈലുകളോളം കൃഷിസ്ഥലങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ബസ്. ആ ബസ് യാത്ര ശരിക്കും വളരെ നമ്മളെ ക്ലിയർ സ്കൈ ആണ്, നല്ല നീല കളർ ആകാശത്തിലെ പ്രൈവറ്റ് എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണാം. അങ്ങനെ ഒരു വളരെ രസകരമായ സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോയുടെ എടുക്കാൻ വേണ്ടി ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് പോയി. അപ്പോൾ ആ ഗ്ലാസ്സിൽ കുറച്ചും കൂടെ 2 സൈഡ് നന്നായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ ഞാൻ അനുവാദം ചോദിച്ച് ആ സീറ്റിലിരുന്നപ്പോൾ ഒരു പോളിഷ് പെൺകുടിയാണ് അടുത്ത സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല സൗഹാർദ്ദത ചിരിച്ച ആളുടെ മുഖം അങ്ങ് മങ്ങി. അങ്ങനെ ഒരു പുതിയ അനുഭവമായിരുന്നു എനിക്ക്. അപ്പം ആദ്യം തന്നെ ചോദിച്ചത്, അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു എക്കണോമിക്സ് സ്റ്റുഡൻറ്റ്, എക്കണോമിക്സ് പ്ലസ് ലോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്തോ ഒരു ചർച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് തിരിച്ച് വേഴ്സയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോളണ്ടിൻ്റെ ക്യാപിറ്റലായ. എന്നിട്ട് ഈ സ്ഥലത്ത് എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചുള്ളൂ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫോറിനറിൻ്റെ മുഖത്തു നിന്ന് അങ്ങനൊരു സെൻറ്റൻസ് കേട്ടപ്പോൾ ഞാനൊന്ന് പകച്ചുപോയി. അപ്പോൾ എനിക്ക് മറുപടി ഇല്ലാതായി. കാര്യം അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ അവർ പുറം ലോകം വളരെ പെട്ടെന്ന് അറിയുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പം ഈ നിർഭയ കേസൊക്കെ ഈ കുട്ടിക്ക് വളരെ ഹൃദിസ്ഥമാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യം, എനിക്കൊന്ന് ലോ പഠിക്കുന്ന കുട്ടിയും കൂടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എങ്കിലും ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ എല്ലാ കേസും, ആ കുട്ടിയെ സിംഗപ്പൂരിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയ കേസുകൾ, ഇതെല്ലാം തന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം മിണ്ടാതെ നിന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മറുപടിയില്ല. അങ്ങനെയുള്ള അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഇമേജ് ഇങ്ങനെയുള്ള പീഡനാനുഭവങ്ങൾ ശരിക്കും പറഞ്ഞൊരു ടൂറിസം മാപ്പിൽ നമ്മളെ എത്രമാത്രം ഇടിച്ചു താഴ്ത്തുന്നു എന്നുള്ളതും ശരിക്കും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് അത് ഒരു സൗഹൃദത്തിലേക്ക് ആ ഒരു ഇരിപ്പ് നീണ്ടത് നമ്മുടെ ശശി തരൂർ പറയുന്ന ടെഡ് ടോക്സിൽ പറയുന്ന പോലെ സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ. പുള്ളിക്കാരിയുടെ അമ്മ ഒരു ഷാരൂഖ് ഖാൻ ഫാനാണ്. അപ്പോൾ വളരെ റീസെൻ്റായ മൂവികൾ പോലും ഷാരൂഖ് ഖാൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ വീണ്ടും അതൊരു സൗഹൃദത്തിൻ്റെ സംഭാഷണത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ യാത്ര തുടരുകയാണ്. എനിക്കപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചത് ശരിക്കും ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ ആ ഭൂവിഭാഗത്തിനുണ്ടാകുന്ന മാറ്റം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ബസ് മിസ്സായ കാരണം കുറച്ച് രാത്രിയിലാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു മാറ്റം കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. അതൊരു വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. അത് റോഡ് ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശവും അത് തന്നെയായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ബസ് മാറി കയറാൻ വേണ്ടി ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ഒരു കോർണറിലുള്ള ആ ഒരു അതിർത്തിയിലുള്ള സ്ട്രാസ്ബർഗ് എന്ന ഒരു സ്ഥലത്തെത്തുകയാണ്. അവിടെ നിന്ന് നമുക്കിനി സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിലേക്കുള്ള ബസ് മാറിക്കയറണം. ഒരു 3 മണിക്കൂർ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും നമ്മൾ വളരെയധികം, മറ്റേ ബസ് നമുക്ക് ഡയറക്റ്റ് ബസ്സായിരുന്നു. ഇവിടെ നമുക്ക് ബസ് മിസ്സായതുകൊണ്ട് ഈ ബസ്സിന് അങ്ങനെ ഒരു കണക്ഷൻ ബസ് വന്ന്, അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന സിറ്റി കൂടെ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഒരു ഈവനിങ് ടൈമാണ്, റെസ്റ്റോറൻറ്റുകൾ ഉണർന്നു തുടങ്ങുന്ന സമയം. നഗരത്തിൻ്റെ സിറ്റി സെൻറ്ററുകളിലെല്ലാം തന്നെ ഒരു ചെറിയ ചെറിയ കൂട്ടായ്മകൾ,
സൈക്കിളിൽ അവിടെ പ്രധാനമായിട്ടും യാത്രാ മീഡിയ സൈക്കിളാണ്. ആ യൂത്ത് മൊത്തം സൈക്കിളിൽ ഇങ്ങനെ ഒരു നല്ലൊരു കോൺവായ് പോലെ ഇങ്ങനെ പോകുന്ന കാഴ്ച, ഉണർന്നു തുടങ്ങുന്ന റെസ്റ്റോറൻറ്റുകൾ, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ കൂടുതലും പ്രായമുള്ളവരാണ്. അവർ നമ്മളെ അവരുടെ ഒരു കൂട്ടത്തിലൊക്കെ ക്ഷണിച്ചു. അവർ ചെറിയൊരു ബിയറൊക്കെ നുണഞ്ഞ് അവർ നല്ല രസകരമായിട്ട് ആ സ്ഥലം എൻജോയ് ചെയ്യാണ്. ആ ഒരു ഈവനിങ്ങിനെ വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പുതിയ ആളുകൾ വരുമ്പോൾ അവർ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ല മനോഹരമായൊരു സ്ഥലം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം പിന്നീട് അപ്പോഴത്തേനും ഒരു 3 മണിക്കൂർ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പെൻഡ് ചെയ്തു. ആ സ്ട്രീറ്റ് മൊത്തം പറ്റാവുന്ന പോലെല്ലാം ഞങ്ങൾ കറങ്ങി നടന്നു. അപ്പോഴേക്കും ബസ്സിൻ്റെ ഓഫീസൊക്കെ അടച്ചു തുടങ്ങി, തണുപ്പ് വീണ് തുടങ്ങി. അപ്പം നമുക്ക് അതുവരെ നമുക്ക് പോയി ഇരിക്കാനായിട്ട് ബസ്സിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിരിക്കണം. എങ്കിലും തണുപ്പ് കൊണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നെക്സ്റ്റ് കണക്ഷൻ ബസ് വന്നു. നമ്മൾ അതിൽ കയറി സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിലേക്ക് പോവുകയാണ്. സൂറിക്കിലെത്തിയപ്പോൾ ശരിക്കും അർദ്ധരാത്രിയായി. നമ്മൾ ആ സിറ്റിയുടെ ആ ഒരു രാത്രിയിലും ആ സിറ്റിയുടെ സൗന്ദര്യം ഞാനിങ്ങനെ കാണുകയാണ്. അത്രയും വൃത്തിയുള്ള ഒരു നഗരം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുകയായിരുന്നു. ആ രാത്രി ഞങ്ങൾ നന്നായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ നമ്മളെ വർഷങ്ങളായി പല ചിത്രങ്ങളിൽ കൂടെയും കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂപ്രകൃതി കാണാൻ വേണ്ടി ഞാൻ ആ സൂര്യോദയത്തിന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഉണർന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ രാവിലെ തന്നെ ഇറങ്ങി. ശരിക്കും വീണ്ടും ഒരു തൊട്ടടുത്ത് തന്നെയുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ സൂറിക് സെൻട്രലിലേക്ക് എത്തുകയാണ്. സൂറിക് സെൻട്രൽ ഇവിടുത്തെ മെയിൻ സ്റ്റേഷനാണ്. സൂറിക് സെൻട്രലിലെത്തി ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് എത്രയോ മനോഹരമായ സ്ഥലം, ഇത്ര ഭംഗി, എങ്ങും വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തിയുള്ളൊരു സ്ഥലം നമുക്ക് പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. അത്ര ഭംഗിയുള്ള സ്ഥലം. ട്രാമുകൾ യഥേഷ്ടം ഒഴുകുന്നു, എല്ലാം നല്ല വളരെ ചിട്ടയോടുകൂടിയുള്ള. അപ്പം ഞങ്ങൾ ഈ ചെന്നിറങ്ങിയ സ്ട്രീറ്റ് അവിടുത്തെ ഈ ലോകത്തിൽ തന്നെ വിലപിടിച്ച ഒരു സ്ട്രീറ്റാണ്. ബാങ്കോഫ് സ്ട്രാസെ എന്നാണ് ആ സ്ട്രീറ്റിൻ്റെ പേര്. ഇത് ശരിക്കും ഈ സൂറിക് സെൻട്രലിൽ നിന്നും സൂറിക് ലേക്ക് വരെ നീണ്ടു കിടക്കുന്ന ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൊരു റോഡാണ്. 2 സൈഡിലും നമുക്ക് പരിചയമുള്ള, നമുക്ക് വർഷങ്ങളായി അറിയാവുന്ന സ്വിസ് ബാങ്കുകളുടെ എല്ലാ ആസ്ഥാനങ്ങൾ, പറഞ്ഞ പോലെയാണ് ഒത്തിരി ഹൈ എൻഡ് ഷോപ്പുകൾ. ഈ ഒരു സ്ട്രീറ്റും വളരെ രസകരവും വളരെ മനോഹരമായ സ്ട്രീറ്റാണ്. ഭയങ്കര വൈബ്രൻ്റായ ഒരു സ്ട്രീറ്റാണ്. ഇതിൽ കൂടി ഞങ്ങൾ ഈ ഒരു സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ യാത്രയിലുടനീളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജായി തോന്നിയത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സ്വിസ് പാസ് ആയിരുന്നു. കാരണം ഈ സ്വിസ് പാസ് നമ്മളൊരു 2-3 ദിവസം അവിടെ തങ്ങുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്വിസ് പാസ് ശരിക്കും നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാര്യം ഞങ്ങൾ 3 ദിവസത്തെ സ്വിസ് പാസ് ആയിരുന്നു എടുത്തത്. ഏതാണ്ട് 234 സ്വിസ് ഫ്രാങ്ക്, നാട്ടിൽ ഒരു 18,000 റുപ്പീസ്, 18,000 രൂപ ഉള്ള ഈ ഒരു പെർ പേഴ്സൺ ഉള്ള ഈ സ്വിസ് പാസ് വെച്ച് നമുക്ക് എല്ലാ പൊതുഗതാഗതവും ഉപയോഗിക്കാം. ട്രെയിന്, ട്രാമ്, ക്രൂസ്, ബസ്സുകൾ, ഇതെല്ലാം യഥേഷ്ടം നമുക്ക് ഈ ലിമിറ്റഡ് ടൈമിൽ ഉപയോഗിക്കാൻ കഴിയും. അവർ തന്നിരിക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ ചാടി ഇറങ്ങുന്നു, നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. ആ ഒരു യാത്രയിലുടനീളം ഈ പാസിൻ്റെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട പല റൈഡുകളിലെല്ലാം 50% ഓഫ് ഈ പാസ്സുള്ളതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് സ്വിസ്സിലെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ തീർച്ചയായിട്ടും ആ പാസ് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ നിന്നും ഒരു ട്രാമിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാമല്ലോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു മാർക്കറ്റ് ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പം. അത് ഞാൻ കാണുമെന്ന് തന്നെ കരുതി. അപ്പോൾ ഇത് ശരിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും ഒരു വൈബ്രൻ്റായ സ്ഥലത്ത് നിന്ന് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൗണ്ടൻ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ മൗണ്ട് എറ്റ്ലിബർഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൽപ്സിൻ്റെ പ്രധാനപ്പെട്ട ഗിരിശിഖരങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ആ യാത്രയും, അതായത് കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ, 2 സൈഡിലും ഇങ്ങനെ പച്ച പുൽത്തകടികളാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പച്ചപ്പട്ടിൻ്റെ ഒരു തൂവാല വിരിച്ചേക്കുന്ന പോലെയുള്ള ഭംഗിയുള്ള കുന്നുകളുടെ ഇടയിൽ കൂടെ ഈ ട്രെയിൻ നേരെ എറ്റ്ലിബർഗ് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തുകയാണ്. ആ ട്രെയിനുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ പനോരമിക് വിൻഡോസാണ്. വളരെ വലിയ ഗ്ലാസ് ജാലകങ്ങളിൽ കൂടി സ്വിറ്റ്സർലൻഡിൻ്റെ എല്ലാ മനോഹാരിതയും
കാഴ്ചക്കാരുടെ കണ്ണിലേക്ക് എത്തത്തക്ക രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന. പിന്നെ വൃത്തിയുടെ കാര്യമാണെങ്കിൽ നമുക്കത് ഒരിക്കലും ഇനി ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അത്രമാത്രം മനോഹരമായിട്ട് ഒരു പൊടി പോലും എങ്ങും ഇല്ല. അത് വന്ന് നിൽക്കുന്ന ട്രെയിനിലായാലും ട്രെയിനിൻ്റെ അകത്തായാലും ആ ഒരു നാട്ടിലെ ആളുകളുടെ ആ ഒരു പൗരബോധം ശരിക്കും തന്നെ നമുക്ക് അവരുടെ പൊതുഗതാഗതത്തിലും അത് തെളിഞ്ഞു കാണുന്നുണ്ട്. അത്ര മനോഹരമായ ട്രെയിനുകളും ആ ട്രെയിൻ ഈ താഴ്വാരങ്ങളിൽ കൂടിയും മലകളുടെ ഇടയിൽ കൂടിയും വന്ന് നിൽക്കുന്ന ആ ഒരു ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. ഈ സ്വിറ്റ്സർലൻഡിലെ വളരെ പ്രശസ്തമായ 2 ട്രെയിനുകളാണ് ഗ്ലേസിയർ എക്സ്പ്രസ്സും ബെർണിന എക്സ്പ്രസ്സും. അത് ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ട്രെയിനാണ്. അത് ശരിക്കും സമയക്കുറവ് കാരണം ഞങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 280 കിലോമീറ്റർ 8 മണിക്കൂർ കൊണ്ട് താണ്ടുന്ന ഒരു ട്രെയിനാണ് ഈ ഗ്ലേസിയർ എക്സ്പ്രസ്സ്. ആ ട്രെയിനും ഇതുപോലെ തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കത്തക്ക രീതിയിലാണ് അതിൻ്റെയും രൂപകൽപ്പന. ഈ ട്രെയിനുകൾ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ സൗന്ദര്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വർദ്ധിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത്ര രസകരമായ ഡിസൈനും അത്ര മനോഹരമായ ഡിസൈൻസുമാണ് എല്ലാം. അത് ഈ പനോരമിക് വിൻഡോസ് ഉള്ള ട്രെയിൻ നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ കുറച്ച് കോച്ചസ് ഫ്രം പൻവേൽ ടു മഡ്ഗോൺ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വിസ്റ്റഡോം കോച്ചസ് തേജസ് എക്സ്പ്രസ്സിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂറിസത്തിനെ വളരെയധികം പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു ട്രെയിനിൽ തേജസ് എക്സ്പ്രസ്സിൽ ഇങ്ങനെ കുറച്ച് കോച്ചസ്. അപ്പോൾ ശരിക്കും കൊങ്കണിൻ്റെ ആ ഒരു സൗന്ദര്യം ഇഷ്ടം അറിയാലോ. ആ ഒരു റൂട്ടിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള ഒരു റൂട്ടാണ്. ശരിക്കും ഈ കോച്ചിൻ്റെ മേലിൽ തന്നെ നമ്മൾ വന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന രീതിയിലുള്ളൊരു അനുഭവം ആ ട്രെയിനിൽ യാത്ര ചെയ്താലുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വിറ്റ്സർലൻഡ് യാത്രയെ ചെയ്തപ്പോൾ ആ യാത്ര ശരിക്കും ഞാൻ ഓർത്തുപോയി. അങ്ങനെ ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു പൊതുഗതാഗത സിസ്റ്റം തന്നെ നമുക്ക് സ്വിറ്റ്സർലൻഡിൽ കാണാൻ കഴിയും. ഈ എറ്റ്ലിബർഗിൽ നമ്മൾ എത്തുമ്പോൾ ഈ ധാരാളം ആളുകൾ ഈ സ്ഥലം ട്രെക്കിംഗ് ചെയ്തും കയറുന്നുണ്ട്. ഈ ട്രെക്ക് ചെയ്യുന്നതിൽ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് പ്രായമായ ദമ്പതികളാണ്. അത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു എബോവ് 70 ആയിട്ടുള്ള ആളുകൾ ട്രക്കിംഗ് ഷൂസ് എല്ലാ ഗിയേഴ്സും വെച്ച് അവർ ഫാമിലി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാഴ്ചയാണ്. കാര്യം നമ്മൾ വീട്ടിൽ പലപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രായമുള്ള നമ്മുടെ ഒരു തലമുറ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി തന്നെ പർവ്വതങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എറ്റ്ലിബർഗിൽ ചെല്ലുമ്പോൾ അതും വളരെ സ്വിറ്റ്സർലൻഡിൻ്റെ ഓരോ ഭൂവിഭാഗങ്ങളും നമുക്കൊരിക്കലും മറക്കാനാവാത്ത കാഴ്ചകൾ തരുന്നതാണ്. അത്ര ഭംഗിയാണത്, പറയേണ്ട കാര്യമില്ല. അത് വർഷങ്ങളായിട്ട് നമ്മൾ വായിച്ചും കണ്ടും മൂവികളിൽ കൂടെ എല്ലാം അറിയാവുന്നതാണ്. അവിടെ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് മൂവി ഷൂട്ടിങ് നടക്കുന്നു. അതുപോലെ തന്നെ പിക്നിക്ക് പോലെയാണ്, ആളുകൾ അവിടെ വന്ന് ബാർബിക്യൂ ചെയ്യുന്നു. പക്ഷേ ഈ സ്ഥലം ചെയ്യുമ്പോഴൊന്നും ആ സ്ഥലത്ത് ഒരു ലിറ്ററിങ്ങും ഇല്ല. ഒരു തരി മണ്ണ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ അവർ സമ്മതിക്കുന്നില്ല. ഒരു പേപ്പർ ചുരുട്ടിയിടില്ല. ഈ കൊണ്ടുവന്ന സാധനങ്ങളും അതിലെ വേസ്റ്റുകളെല്ലാം അതുപോലെ മടക്കി അവർ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സ്ഥലം അതിന് മുൻപേ എങ്ങനെ കിടന്നോ ആ വൃത്തി അവരങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ ശരിക്കും വളരെ അത്ഭുതം. ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പോപ്പുലേറ്റഡായ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളിങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു വൃത്തി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ സിറ്റിസൺസിൻ്റെ ആ സിവിക് സെൻസ് ഇതെല്ലാം കണ്ട് ശരിക്കും അവിടെ സ്വിറ്റ്സർലൻഡിൽ എത്തുമ്പോഴാണ് ഇത്രയധികം അത്ഭുതം എനിക്കുണ്ടായത്. അത്രയും
മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ മൗണ്ടൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അടുത്ത ട്രെയിനിൽ കയറി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സൈഡിലൊരു വലിയ പുൽക്കുന്ന്, ഒത്തിരി പുൽക്കുന്നുകളുള്ള ഒരു സമതല പ്രദേശത്ത് ട്രെയിൻ ആ ഒരു സ്റ്റേഷൻ്റെ പേര് റിംഗ്ലിക്കൺ, അങ്ങനെ ഒരു സ്റ്റേഷനിലാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ട്രാമിൽ നിന്ന് ശരിക്കും ട്രെയിനിൽ നിന്ന് ചാടിയങ്ങിറങ്ങി. കാര്യം അത്ര സൗന്ദര്യമുള്ള സ്ഥലമാണ്. മൊട്ടക്കുന്നുകളിങ്ങനെ കണ്ണെത്താ ദൂരത്തോളം മൊട്ടക്കുന്നുകളിങ്ങനെ, അതിനിടയ്ക്കൂടെ തടി കൊണ്ടുണ്ടാക്കിയ മനോഹരമായ വീടുകൾ, കാസിൽ ഷേപ്പ് വീടുകളൊക്കെയുടെ ഒരു പിക്ചറിലെ പോസ്റ്റ് കാർഡിൽ കാണുന്ന അതേ പിക്ചർ കണ്ട് ഞങ്ങളവിടെ ചാടി ഇറങ്ങി. കുറേ നേരം ആ പുൽമേടുകളിലെല്ലാം ഞങ്ങൾ അലഞ്ഞു നടന്നിട്ട് വീണ്ടും ട്രെയിനിൽ കയറി. അപ്പോൾ അതിൻ്റെ ഈ സ്വിസ് പാസ് ഉണ്ടായിട്ട് നമ്മൾക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റിനെ പറ്റിയോ അതിൻ്റെ ക്യൂയെ പറ്റിയോ നമ്മൾ ഒട്ടും തന്നെ നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നതേ ഇല്ല. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് അന്നേരം ഞാനവിടെ നോക്കി വെച്ചിരുന്ന ആ ഒരു മാർക്കറ്റിൻ്റെ മനസ്സിലുണ്ട്. ആ മാർക്കറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി. അതൊരു ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ്, ലേക്ക് സൂറിക് എന്നാണ് അത് പറയുന്നത്. സൂറിക്കിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടാകങ്ങളുടെ നാടാണല്ലോ സ്വിറ്റ്സർലൻഡ്. ഓരോ ജനപദങ്ങളും അവിടെ ഡെവലപ്പായത് തടാകക്കരയിലാണ്, കൃഷിയും എല്ലാമായിട്ടും. ആ തടാകക്കരയിലെത്തിയപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിലെ ഈ ഹംസങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ്, അങ്ങ് നീന്തുകയാണ് യഥേഷ്ടം. പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ക്രൂസ് ബോട്ടുകൾ, അതെല്ലാം ആ വ്യത്യസ്തതകളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ആ ഒരു മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ മാർക്കറ്റിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിരുന്നു, ബെർക്ക്ലി പ്ലാസ. അതൊരു ഉഗ്രൻ സാറ്റർഡേ മാർക്കറ്റ്, ഒരു ഫ്ലീ മാർക്കറ്റാണ്. നമ്മൾ ഗോവയിലൊക്കെ കാണുന്ന പോലുള്ള ഫ്ലീ മാർക്കറ്റ്, ഒരു ശരിക്കൊരു ബൊഹീമിയൻ ആംബിയൻസ് ഉള്ള ഒരു മാർക്കറ്റ്. ഈ മാർക്കറ്റിലേക്ക് കയറി ഇപ്പോൾ അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലെ കരകൗശല വസ്തുക്കളാണ്. ജയ്പൂർ സ്റ്റോണുകൾ, മീനാക്കാരി വർക്ക് ചെയ്ത പാത്രങ്ങൾ, അതിങ്ങനെ ഒത്തിരി, അതാണ് എനിക്കൊന്ന് 50-60% ഇന്ത്യൻ സാധനങ്ങൾ കണ്ടിങ്ങനെ പോവുകയാണ്. അങ്ങ് കുറേ ദൂരം ആ മാർക്കറ്റിൽ കൂടെ നടന്ന് എത്തിയപ്പോൾ ഒരു ഷോപ്പ്, അതിൽ ഒരു പ്രായമായൊരു ദമ്പതികൾ, അത് നല്ല വെള്ളത്താടിയൊക്കെ ഉള്ള ഒരു ആളും പുള്ളിയുടെ വൈഫും കൂടെ. ഞങ്ങൾ ചെല്ലുകയും അവർ ഓം നമ ശിവായ പറഞ്ഞ് നമ്മളെ സ്വീകരിച്ചു. അവർ ഇന്ത്യയുടെ പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലവും നമ്മളെക്കാട്ടിൽ വലിയ യാത്രികരാണ്. ഇന്ത്യൻ ലവേഴ്സ്. ഇന്ത്യയിലെ എല്ലാ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഐറ്റങ്ങളും അവരുടെ ഷോപ്പിലുണ്ട്. ജയ്പൂർ സ്റ്റോണുകൾ, ബുദ്ധ പ്രിൻസ്, അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവർ ഗോവയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഓരോ സ്ട്രീറ്റും അവർക്ക് ഹൃദിസ്ഥമാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ 7000 കിലോമീറ്റർ താണ്ടി, ഭൂഖണ്ഡങ്ങൾ താണ്ടി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ നാടിനെ പറ്റി ഇത്രയും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഫോറിനറിൻ്റെ വൈഫ്, പുള്ളിക്കാരി എനിക്കൊരു കാർഡ് തന്നു, ശിവയുടെ ഒരു കലണ്ടർ കാർഡ്. വീണ്ടും അവർ ഇന്ത്യയെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവയെ പറ്റിയും. ഇനി നെക്സ്റ്റ് ടൈം അവർ ഗോവയിൽ വരുന്നുണ്ട്, കൊച്ചിയിൽ വരുന്നുണ്ട്. അവരുടെ കാർഡ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം. അതെല്ലാം അവർ എഗ്രി ചെയ്തു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ ഷർട്ട് ഒരു വളരെ നാടകീയമായിട്ട് ഇട്ടിരുന്ന ടീഷർട്ട് അങ്ങ് പൊക്കിയപ്പോൾ എന്താണ്, ഈ പച്ച കുത്തിയ ഒരു ഓമിൻ്റെ കളിയാണ് പുള്ളിയുടെ ദേഹം മൊത്തം. പുള്ളി അത്രമാത്രം ആ ഇന്ത്യയോടുള്ള അമിതമായ പ്രണയം കാണിക്കാൻ വേണ്ടിയാണ് നെഞ്ചിലും വയറിലും എല്ലാം ഓം ഇങ്ങനെ പച്ച കുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ കോഡിയലായ ഭയങ്കര ഒരു മീറ്റിങ്ങിന് ശേഷം വീണ്ടും സൂറിക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ എനിക്ക് അതിന് തൊട്ട് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ ഒരു നല്ലൊരു പരിചയക്കാരുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫാമിലി ഫ്രണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുരളി തുമ്മാരുകൂടി സാർ. അദ്ദേഹം UN-ൻ്റെ പരിസ്ഥിതി എൻവയോൺമെൻറ്റ് ദുരന്ത നിവാരണ വിഭാഗം തലവനാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിലൊരിക്കൽ വന്നപ്പോൾ വളരെ കാഷ്വലായിട്ട് അദ്ദേഹം നമ്മളെ ജനീവയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്ക് നിങ്ങൾ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പോലും വിചാരിച്ച് കാണില്ല അത് ഞങ്ങളൊരു ക്ഷണമായിട്ട് സ്വീകരിച്ചെന്നും ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ഓഫീസ് ആവശ്യത്തിന് വേണ്ടി സൂറിക്കിൽ എത്തുന്നുണ്ട്. അപ്പോൾ അന്ന് വൈകിട്ട്
നമുക്ക് ചെറുതായിട്ടൊന്ന് മീറ്റ് ചെയ്യാം, പിന്നീട് നമുക്ക് ജനീവയിൽ വെച്ച് വിശദമായിട്ട് മീറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൂറിക് സെൻട്രൽ സ്റ്റേഷനിലെ ഒരു ബർഗർ കിങ്ങിലാണ് അദ്ദേഹം മീറ്റിംഗ് പോയിന്റ് പറഞ്ഞത്. ശരിക്കും കാതങ്ങൾക്കകലെ നമ്മളെ കാണാനും സ്വീകരിക്കാനും ഒരു പ്രിയ ബന്ധു ഉണ്ടാവുന്ന പോലെ, ഒരു പ്രിയ ബന്ധുവിനെ പോലെ ഒരാളുണ്ടാവുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വളരെ അദ്ദേഹമായിട്ടൊരു നല്ലൊരു സംസാരം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ ജനീവയിലോട്ടുള്ള ട്രെയിനിൽ യാത്രയാക്കിയിട്ട് സൂറിക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വരികയാണ്, താഴേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ശരിക്കും ഞങ്ങൾ റൂമിലേക്ക് പോകാൻ വന്നതാണ്. റൂമിലേക്ക് പോകാൻ വന്ന് ഞങ്ങൾ കാണുന്നത് അവിടെ ഒരു ഒക്ടോബർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. സെപ്റ്റംബർ മാസമാണെങ്കിൽ ഒക്ടോബർ ഫെസ്റ്റിവൽ, ഒരു ബിയർ ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ പോലെയാണത്. ശരിക്കും അൺലിമിറ്റഡ് ബിയർ കുടിക്കാം. ആ ഒരു യൂത്ത് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, വളരെ സുന്ദരികളും സുന്ദരന്മാരമായ കുട്ടികൾ നമ്മുടെ ഒരു റഷ്യൻ ഫ്രോക്ക് പോലുള്ളൊരു മിനി ഫ്രോക്ക് ഉണ്ടല്ലോ, നമ്മൾ വർഷങ്ങളായി സോവിയറ്റ് യൂണിയൻ മാഗസിനിലൊക്കെ കാണുന്നത്, അതുപോലുള്ള അവരുടെ ഒരു ട്രഡീഷണൽ ക്ലോത്തുകളിട്ട് ആ ഒരു ബെൽറ്റഡ് ട്രൗസർ ഇട്ട് ആൺകുട്ടികളും ഈ കുഞ്ഞു ഫ്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളുള്ള ഒരു ഏപ്രൺ പോലുള്ള ഒരു മുകളിൽ കെട്ടുന്ന പോലുള്ള ഫ്രോക്കുകളും ഇട്ട് അവർ എൻജോയ് ചെയ്യുകയാണ്. അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റ്. അപ്പോൾ ഞാൻ 1-2 പേരുടെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പെർമിഷൻ ചോദിച്ചപ്പോൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. പല നാടുകളിലും നമ്മൾ ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന പെർമിഷൻ ചോദിക്കുമ്പോൾ പലർക്കും അത് വളരെ അസ്വസ്ഥതയുള്ള കാര്യമാണ്. അത് നമ്മളുടെ ഒരു മര്യാദയാണ് നമ്മൾ അങ്ങോട്ട് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഇടിച്ച് വന്നിട്ട് എന്താ ഞങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കുക, വീണ്ടും അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ ശരിക്കും അവർ നമ്മളെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയുവാണ്. അത് ഒരു സ്വിറ്റ്സർലൻഡിലെ ജനതയുടെ ഒരു വലിയ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ അവിടെ ഒരു ദേഷ്യപ്പെട്ട ഒരു മുഖത്തെ കണ്ടതേയില്ല. വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റാണ്. അവിടുത്തെ ചോക്ലേറ്റ് പോലെ തന്നെ വളരെ സ്വീറ്റായിട്ടുള്ള ആളുകളാണ് അവർ. അവരുടെ ഒരു സ്നേഹത്തിൽ കുളിച്ച് അവർ ഫോട്ടോ എടുക്കുന്നു, നമുക്ക് ബിയർ ഓഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാൻ പറഞ്ഞു, നമ്മൾ യാത്ര ചൊല്ലി. ഞങ്ങളുടെ ആ ഒരു വളരെ സന്തോഷകരമായ ദിവസം അന്നത്തെ ദിവസം സൂറിക്കിലെ അവസാനിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തെ പ്ലാനുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് കിടക്കുന്നത്. പ്ലാൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അത് വളരെ കുട്ടിക്കാലം തുടങ്ങിയുള്ള 2 ആഗ്രഹങ്ങളാണ് സാധിക്കാൻ പോകുന്നത്. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രമായ ഷെർലക് ഹോംസിൻ്റെ ഒരു വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലവും, പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ താമസിച്ചിരുന്ന സ്ഥലം. ഈ 2 സ്ഥലങ്ങളും വളരെ ആഗ്രഹമുള്ളൊരു സ്ഥലമാണിത്. ഒന്ന്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ താമസിച്ചിരുന്ന സ്ഥലം സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റലായ ബേണിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഷെർലക് ഹോംസിൻ്റെത് അധികം ആരും അത് പോയിട്ടില്ലാത്ത വളരെ ആ ഒരു കഥയിലെ വളരെ പ്രശസ്തമായ സ്ഥലമായ മെരിഞ്ചൻ എന്ന സ്ഥലത്തെ റീച്ചൻബർഗ് വാട്ടർഫോൾസ്. ഇത് 2ഉം മനസ്സിലോർത്തുകൊണ്ടാണ് ഞങ്ങൾ രാത്രി റൂമിലേക്ക് ഉറങ്ങാനായിട്ട് കിടന്നത്.